ജ്ഞാനായ സമുദായമെത്രാനും സംഘവും ഇനി എന്ത് ചെയ്യും? ഇതിൽ പരം നാറാനുണ്ടോ? ഈ നാടകമെല്ലാം ലൈവായി മാളോരെല്ലാം കണ്ടു. നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല, കാരണം നാണമില്ല എന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. പാത്രിയാർക്കീസ് ബാവ ഇന്നലെ ചിങ്ങവനത്തെത്തിയപ്പോൾ സമുദായ മെത്രാപ്പൊലീത്ത സെവേറിയോസ് തിരുമേനിയും സംഘവും സെക്രട്ടറി തോട്ടത്തിൽ അവറാച്ചന്റെ നേതൃത്വത്തിൽ ആള് കളിക്കാൻ ശ്രമിച്ചത് പാത്രിയാർക്കീസ് ബാവ തന്നെ പൊളിച്ചടുക്കി. അടവുകൾക്കൊന്നും കൂട്ടുനിൽക്കാൻ ബാവ തയ്യാറായില്ല. ഒടുവിൽ ചിങ്ങവനം ദേറ പള്ളിയിൽ എത്തുമെന്നറിഞ്ഞ തോട്ടത്തിൽ അവറാച്ചനും സംഘവും പള്ളിയുടെ മുന്നിൽ റോഡിൽ താളമേളങ്ങളുടെ അകമ്പടിയിൽ വലിയ സ്വീകരണമൊരുക്കി കാത്തുനിന്നു. എന്ത് ചെയ്യാം? ബാവ ആ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കാതെ നേരെ പള്ളിമുറ്റത്ത് ചെന്നിറങ്ങി. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. ബാവയെ കാണാനും കൈമുത്താനും ചിങ്ങവനത്ത് ജ്ഞാനായ ജനസമുദ്രമായിരുന്നു. പിന്നീട് ബാവ ക്ലീമിസ് തിരുമേനിയുടെ ഖബറിങ്കിലേക്കാണ് പോയത്. സെവേറിയസിനെയും അവറാച്ചനെയും ബാവ മൈൻഡ് ചെയ്തില്ല. അവറാച്ചൻ കൊടുത്ത പൂമാല ബാവ വേണ്ടെന്ന് വെച്ചു. സമുദായത്തിന്റെ വംശശുദ്ധിയെക്കുറിച്ചും എൻഡോഗമിയെക്കുറിച്ചും ബാവ പറഞ്ഞത് തങ്കനും കൂട്ടരും പറഞ്ഞു പരത്തി വോട്ട് പിടിച്ചാണ് വീണ്ടും സമുദായ ഭരണം പിടിച്ചെടുത്തത്. ബാവയ്ക്കെതിരെ പറഞ്ഞ കള്ളത്തരവും ബാവ അവിടെ നടത്തിയ ഹ്രസ്വ പ്രസംഗത്തിൽ പൊളിച്ചടുക്കി. അവറാച്ചനും സെവേറിയോസ് മെത്രാച്ചനും പറഞ്ഞ കള്ളങ്ങളെല്ലാം അതോടുകൂടി പൊളിഞ്ഞടുങ്ങി. പറയാത്ത കാര്യം കള്ളപ്രചരണം നടത്തി വോട്ടുണ്ടാക്കി ജയിച്ചതൊക്കെ ബാവ അറിഞ്ഞിരുന്നു. 15 മിനിറ്റ് പ്രസംഗത്തിൽ സെവേറിയോസ് മെത്രാനെ കുറിച്ചോ അവറാച്ചനെ കുറിച്ചോ ഒരു അക്ഷരം ബാവ മിണ്ടിയില്ല. സാധാരണ ആരെങ്കിലും ഇങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ സമുദായത്തിന്റെ നേതൃത്വത്തെ കുറിച്ചും അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറയും. ഇത് അതും പറഞ്ഞില്ല. ഇതിൽ പരം നാണക്കേടുണ്ടോ? സമുദായ വിശ്വാസികളുടെ ഇടയിൽ ഇവർ ആരായി? സെവേറിയോസ് മെത്രാനെയും അവറാച്ചനെയും ബാവ മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവർക്ക് സ്വാഗതമോ നന്ദിയോ പറയാനുള്ള അവസരവും കൊടുത്തില്ല. ആ ലൈവ് കണ്ടാൽ മനസ്സിലാകും. ബാവ മാത്രം പ്രസംഗിച്ചു. ബാവയുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതും കാണാം. പിന്നെ ഫോട്ടോയ്ക്കായി കൂട്ട ഇടിയായിരുന്നു. ബാവയെ കാണാനെത്തിയ സമുദായ അംഗങ്ങളെ കൊണ്ട് സെവേറിയോസ് മെത്രാനും സംഘവും വല്ലാതെ വെപ്രാളപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനൊപ്പമാണ് ജനസമൂഹമെന്ന് ഇതോടുകൂടി അവറാച്ചനും കൂട്ടരും മെത്രാനും ബോധ്യപ്പെട്ടു. സമുദായ അംഗങ്ങളുടെ മുന്നിൽ നാണംകെട്ട മെത്രാനും സംഘവും തന്റെ ആളുകളെ കൊണ്ട് ബാവയ്ക്കെതിരെ ജ്ഞാനായ അതിഭദ്രാസന ഗ്രൂപ്പിലും മറ്റു പല സോഷ്യൽ മീഡിയയിലൂടെയും ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനായ സമുദായത്തെ തന്റെ ഹൃദയത്തിലാണ് ബാവ സൂക്ഷിച്ചിരിക്കുന്നതെന്നും അന്ത്യോക്യ സിംഹാസനം ഒരിക്കലും ജ്ഞാനായ സഭയെ കൈവിടുകയില്ല എന്നും ബാവ സമുദായാംഗങ്ങൾക്ക് ഉറപ്പു നൽകി. ഇവരെ മൈൻഡ് ചെയ്യാതെ ജനത്തെ നോക്കി യാത്ര പറഞ്ഞ് ബാവ കാറിൽ കയറി മഞ്ഞനിക്കരിയിലേക്ക് പോയി.